പലസ്തീനിന്റെ ആഗോള നേതാവായിരുന്ന യാസർ അറഫാത്തിനെ കുറിച്ച് നമുക്കറിയാം. സമാധാനം വേണമെന്നും പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ പിടിച്ചു വരുന്ന ഒരു മനുഷ്യനായിരുന്നു അയാൾ. അയാളുടെ രാഷ്ട്രീയത്തിൽ ചില അഭാഗങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും, എന്നാലും പലസ്തീനു വേണ്ടി അയാൾ കഠിനമായി നിലകൊണ്ടു. ആ മനുഷ്യനെ പോലും കേൾക്കുന്നതനുസരിച്ച് ഈ ജൂതലോബികൾ ചതിപ്രയോഗത്തിലൂടെ കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത്. നീതിയെക്കുറിച്ച് നിരന്തരമായി പറയേണ്ടത് അതുകൊണ്ടാണ്. ഒരു ചെറിയ ജീവിയെ ഉപദ്രവിക്കുന്നത് പോലും മതപരമായി തെറ്റാകുമ്പോൾ, ഒരു പട്ടിക്ക് വെള്ളം കൊടുത്ത കാരണത്താൽ പൂർവികയാകുന്ന ഒരു സ്ത്രീ സ്വർഗത്തിൽ കയറിയ കഥ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ പഠിപ്പിക്കുമ്പോൾ, നീതിക്ക് വേണ്ടി നിലകൊള്ളുവീൻ എന്ന് പരിശുദ്ധ ഖുർആൻ നിരന്തരമായി നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ, ഇത് സമൂഹത്തോടൊന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. ഈ പുതിയ സംഘർഷത്തെക്കുറിച്ച് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇറാൻ എന്ന് പറയുന്ന നാട് അവരുടെ ഏതൊക്കെ വൈകല്യങ്ങളുണ്ടോ അതൊക്കെ ഉണ്ടായിരിക്കെ ആദർശപരമായി അവർ പിന്തുടരുന്ന ഷിയാധാര മതപരമായി വഴിപിഴച്ചതാണ് എന്ന ബോധം എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കെ ആ മേഖലയിൽ ആണത്വത്തോടുകൂടെ നിലകൊള്ളാൻ അവർക്ക് ഇതുവരെയും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രം നമ്മുടെ പരിസരത്തുണ്ടാകാൻ പാടില്ലെന്ന് സയനിസ്റ്റ് രാഷ്ട്രം തീരുമാനിക്കുന്നു. അതിന് പിന്തുണ കൊടുക്കാൻ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും വരി നിൽക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ലോകത്ത് 4 രാഷ്ട്രങ്ങളാണ് ഇതുവരെയും ആണവായുധം കൈവശപ്പെടുത്തിയത് എന്ന് പരസ്യമാക്കിയിട്ടുള്ളവർ. ഇത് പ്രത്യേകം പറയേണ്ടതാണ്. പരസ്യമാക്കാതെ അത് നിർമ്മിച്ചു വെച്ച കുറേ നാടുകളുണ്ടാകും. ഇത് അവർ മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണെന്നും അവരുടെ വിരോധികൾ ഇനി ആ ഒരു രീതിയിലേക്ക് വളരാൻ പാടില്ലെന്നും തീരുമാനിക്കാൻ ആരാണ് ഇവർക്കൊക്കെ അധികാരം കൊടുക്കുന്നത്? അണവായുധ ലോകത്ത് ഒരാളുടെ കയ്യിലും ഉണ്ടാവരുത് നമുക്കറിയാം. അണുവിനെ വിഘടിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ച സർ ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നീട് അതേക്കുറിച്ച് വല്ലാതെ ഖേദം പ്രചരിപ്പിക്കുന്നുണ്ട്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിൻ്റെ ഭാഗമായി അണുബോംബ് വർഷിക്കുകയും ലക്ഷക്കണക്കിന് മനുഷ്യർ എന്തിനാണ് മരിച്ചു പോകുന്നത് എന്നുള്ള ബോധം പോലും ഇല്ലാതെ നേരം വെളുത്തപ്പോഴേക്ക് ശവമായി തീർന്നതും ഇന്നും അതിൻ്റെ കെടുതി ആ നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ മുമ്പിലുണ്ട്. പച്ച മനുഷ്യർ തൻ്റെ കണ്ടെത്തൽ കൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്, നിരവധിയായ കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും ഈ അണുവായുധം ശ്വസിച്ച് മരണത്തെ പുൽകിയത് കണ്ടിട്ട് അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്താൻ പാടില്ലായിരുന്നുവെന്ന് അദ്ദേഹം വിലപിച്ചതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഇതൊരു നാട്ടിലുണ്ടാവാൻ പാടില്ല, അത്രക്ക് മാരകമായ ആയുധമാണിത്. ഈ സംഗതി ഉള്ള ആളുകൾ സംഘടിച്ച് ഇനി വേറെ ആരും അത് ഉണ്ടാക്കാൻ പാടില്ലെന്ന് തിട്ടൂരമിറക്കുന്നു. എന്നാലും അങ്ങനെ ആവട്ടെ എന്ന് കരുതി ഇറാൻ ഇതിൻ്റെ മുന്നേ അങ്ങനെ ഒരു ഈ ആണവ വിരുദ്ധമായ കരാറിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന ഒബാമയുമായി ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു, ബരാക് ഒബാമയുമായി.